ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കാമാക്ഷി ദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ കാമാക്ഷി അമ്മയുടെ പാദങ്ങളിൽ മൂക പഞ്ചശതി സാരമാണ് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഇത് ഈ മൂക പഞ്ചശതി എന്ന ഗ്രന്ഥത്തിലെ ഈ 5 ശതകങ്ങളിലും കൂടി വരുന്ന പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ 31 ശ്ലോകങ്ങളാണ് ഉള്ളത്. നമ്മൾ മൂക പഞ്ചശതിയിലെ 5 ശതകങ്ങളും ആര്യാശതകം, പാദാരവിന്ദ ശതകം, സ്തുതി ശതകം, കടാക്ഷ ശതകം, മന്ദസ്മിത ശതകം എന്നിങ്ങനെ 5 ശതകങ്ങളും അമ്മയുടെ കൃപയാൽ അമ്മയുടെ നിശ്ചയം അനുസരിച്ച് നമ്മൾ പാരായണം ചെയ്ത് കാമാക്ഷി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന് സത്യത്തിൽ ഈ 5 ശതകങ്ങളിലെയും ഏതാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏതാണ് അപ്രധാനമായിട്ടുള്ളത് എന്ന് വിവേചിച്ചറിയുക ബുദ്ധിമുട്ടാണ്. അത്രമാത്രം സുന്ദരമാണ് ഓരോ ശ്ലോകവും. ഏതോ ജ്ഞാനി, ആരാണ് അത് ചെയ്തത് എന്നറിയില്ല, ഏതോ ജ്ഞാനി അമ്മയുടെ നിശ്ചയം പോലെ അതിൽ നിന്നും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ശ്ലോകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഈ 508 ശ്ലോകങ്ങളിൽ നിന്നും 31 ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്ത് അമ്മയ്ക്കുള്ള ഒരു സമർപ്പണമായി മൂക പഞ്ചശതി സാരം എന്ന പേരിൽ ഒരു മനോഹര പുഷ്പങ്ങളുടെ കോർത്തിണക്കപ്പെട്ട മനോഹരമായ ഒരു മാല്യം പോലെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയായിരുന്നു. നമുക്കും ഈ മൂക പഞ്ചശതി സാരം പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന്. ഇത് മൂക പഞ്ചശതി എന്ന ഈ ഗ്രന്ഥം മുഴുവനും പാരായണം ചെയ്ത ഫലമാണ് ഈ സാരം മാത്രമായി പാരായണം ചെയ്താലും എന്ന് പറയാറുണ്ട്. അപ്പോൾ 31 ശ്ലോകങ്ങളാണുള്ളത്. പാരായണം ചെയ്തതിന് ശേഷം ഏതൊക്കെ ശതകത്തിലെ ഏതൊക്കെ ശ്ലോകങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ മൂക പഞ്ചശതി സാരം പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഓം ശ്രീ മാത്രേ നമഃ. മൂക പഞ്ചശതി സാരം. രാഗാചന്ദ്ര സമാന കാന്തിവദന നാകാധിരാജസ്തുതാ മൂകാനാമപി കുർവതി സുരധുനീ നീകാശവൈ വാഗ്വൈഭവം. ശ്രീകാഞ്ചീ നഗരീ വിഹാരരസികാ ശോകാപഹന്ത്രീ സതാം ഏകാ പുണ്യപരംപരാ പശുപതേരാകാരിണി രാജതേ. ജാതാ ശീതളശൈലതഃ സുകൃതിനാം ദൃശ്യാ പരം ദേഹിനാം ലോകാനാം ക്ഷണമാത്ര സംസ്മരണതഃ സന്താപവിച്ഛേദിനി. ആശ്ചര്യം ബഹുഖേലനം വിതനുതേ നൈശ്ചല്യമാബിഭ്രതി കമ്പായാസ്തടസീം നികാപിതടിനീ കാരുണ്യപാഥോമയീ. പരാമൃതഝരീപ്ലുതാ
ജയതി നിത്യമന്തശ്ചരീ ഭുവാമപി ബഹിശ്ചരീ പരമസംവിദേകാത്മികാ മഹദ്ഭിരപരോക്ഷിതാ സതതമേവ കാഞ്ചീപുരേ മമാൻവഹമഹം മതേർ മനസി ഭാതു മാഹേശ്വരീ ചരാചരജഗന്മയീം സകലഹൃന്മയീം ചിന്മയീം ഗുണത്രയമയീം ജഗത്രയമയീം ത്രിധാമാമയീം പരാപരമയീം സദാ ദശദിശാം നിശാഹർമയീം പരാം സതതസന്മയീം മനസി കാമകോടിം ഭജേ ഭവാംഭോധൗ നൗകാം ജഡിമവിപിനെ പാവകശിഖാം അമർത്യേന്ദ്രാദീനാം അധിമുകുടമുത്തം സകലികാം ജഗത്യാപജ്യോത്സ്നാം ആകൃതകവച പഞ്ചരപുടേ ശുകസ്ത്രീം കാമാക്ഷ്യാ മനസി കലയേ പാദയുഗളീം പരാവിദ്യാഹൃദ്യാശ്രിതമദന വിദ്യാമരകത പ്രഭാനീലാലീലാ പരവശിതശൂലായുധമനാ തമഃ പൂരം ദൂരം ചരണനത പൗരന്തരപുരീ മൃഗാക്ഷി കാമാക്ഷി കമലതരളാക്ഷി നയതു മേ സമരവിജയകോടി സാധകാനന്ദധാടി മൃദുഗുണപരിപേടി മുഖ്യകാദംബവാടി മുനിനുത പരിപാടി മോഹിതാജാണ്ഡകോടി പരമശിവവധൂട്ടി പാതു മാം കാമകോടി യസ്യാവാടി ഹൃദയകമലം കൗസുമീ യോഗഭാജാം യസ്യാഃ പീഠീ സതതശിശിരാ ശീകരൈർമാകരന്ദൈ യസ്യാഃ പേടിശ്രുതിപരിചലൻ മൗലിരത്നസ്യ കാഞ്ചീ സാ മേ സോമാഭരണമഹിഷീ സാധയേത് കാംക്ഷിതാനി കുണ്ടലികുമാരി കുടിലേ ചണ്ഡി ചരാചര സവിത്രി ചാമുണ്ടേ ഗുഹിണി ഗുഹാരണി ഗുഹ്യേ ഗുരുമൂർത്തേ ത്വാം നമാമി കാമാക്ഷി അഭിധാകൃതിർഭിധാകൃതിരചിതാ കൃതിരഭിചിതാ കൃതിർമാത അനഹന്താ ത്വമഹന്താ ഭ്രമയസി കാമാക്ഷി ശാശ്വതീ വിശ്വം അന്തരഭി ബഹിരഭി ത്വം ജന്തു തദേരന്തകാന്തകൃദഹന്തേ ചിന്തിത സന്താനവതാം സന്തതമഭി തന്ദനീഷി മഹിമാനം ഗിരാം ദൂരൗ ചോരൗ ജഡിമതിമിരാണാം കൃതജഗത് പരിത്രാണൗ ശോണൗ മുനിഹൃദയലീലൈകനിപുണൗ നഖൈസ്മേരൗ സാരൗ നിഗമവചസാം ഖണ്ഡിതഭവ ഗ്രഹോന്മാദൗ പാദൗ തവ ജനനി കാമാക്ഷി കലയേ ജപാലക്ഷ്മീ ശോണോ ജനിത പരമജ്ഞാനനളിനി വികാസവ്യാസംഗോ വിഫലിത ജഗജ്ജാഡ്യഗരിമാ മനഃപൂർവാദ്രിം മേ
തിലകയതു കാമാക്ഷി തരസാ തമസ്കാണ്ഡദ്രോഹി തവ ചരണപാദോജരമണ വരീവർത്തുസ്ഥേ മാം ത്വയി മമ ഗിരാം ദേവി മനസോ നരീനർത്തു പ്രൗഢാ വദനകമലേ വാക്യലഹരീ ചരീചർത്തു പ്രജ്ഞാ ജനനി ജഡിമാ നഃ പരജനേ സരിസർത്തു സ്വൈരം ജനനി മയി കാമാക്ഷി കരുണാ നീലോപി രാഗമധികം ജനയൻ പുരാരേ ലോലോപി ഭക്തിമധികാം ദൃഢയൻ നരാണാം വക്രോപി ദേവി നമതാം സമതാം വിതൻവൻ കാമാക്ഷി നൃത്യതു മയി ത്വദപാംഗപാതഃ അത്യന്തശീതളമതന്ത്രയതുക്ഷണാർത്ഥം അസ്തോകവിഭ്രമമനംഗവിലാസകന്ദം അല്പസ്മിതാദൃതം അപാരകൃപാപ്രവാഹം അക്ഷിപ്രരോഹം അചിരാന്മയി കാമകോടി കൈവല്യദായ കരുണാരസകിങ്കരായ കാമാക്ഷി കന്ദളിത വിഭ്രമശങ്കരായ ആലോകനായ തവ ഭക്ത ശിവങ്കരായ മാതർനമോസ്തു പരതന്ത്രിത ശങ്കരായ സംസാരധർമ്മ പരിതാപജുഷാം നരാണാം കാമാക്ഷി ശീതളതരാണി തപേക്ഷതാനി ചന്ദ്രാദപന്തി ഘനചന്ദന കർദമന്തി മുക്താഗുണന്തി ഹിമവാരി നിഷേചനന്തി ബാണേന പുഷ്പധനുഷഃ പരികൽപ്യമാന ത്രാണേന ഭക്തമനസാം കരുണാകരേണ കോണേന കോമളദൃശസ്തവ കാമകോടി ശോണേന ശോഷയ ശിവേ മമ ശോകസിന്ധും അജ്ഞാതഭക്തിരസമപ്രസരദ്വിവേകം അത്യന്തഗർവമനധീത സമസ്തശാസ്ത്രം അപ്രാപ്തസത്യമസമീപഗതിം ച മുക്തേ കാമാക്ഷി നൈവ തവ കാംക്ഷതി ദൃഷ്ടിപാത ഇന്ധാനേ ഭവവീതിഹോത്ര നിവഹേ കർമ്മൗഖചണ്ഡാനില പ്രൗഢിംനാ ബഹുളീകൃതേ നിപതിതം സന്താപചിന്താകുലം മാതർമാം പരിഷിഞ്ച കിഞ്ചിദമലൈ പീയൂഷവർഷൈരിവ ശ്രീകാമാക്ഷി തവ സ്മിതദ്യുതികണൈ ശൈശിര്യലീലാകരൈ കർപ്പൂരൈരമൃതൈർജഗജ്ജനനി തേ കാന്തൈശ്ച ചന്ദ്രാതവൈ മുക്താഹാരഗുണൈർമൃണാളവലയൈർ മുഗ്ധസ്മിതശ്രീരിയം ശ്രീകാഞ്ചീപുരനായികേ സമതയാ സംസ്തൂയത്തെ സജ്ജനൈ തത്താദൃങ് മമ താപശാന്തിവിധയേ കിം ദേവി മന്ദായതേ ചേതഃ ശീതളയന്തു നഃ പശുപതേരാനന്ദജീവാത ചേതഃ ശീതളയന്തു നഃ പശുപതേരാനന്ദജീവാതവോ
നമ്രാണാം നയനാധ്വസീമസുശരസ് ചന്ദ്രാതപോപക്രമാ സംസാരാഖ്യസരോരുഹാകരഖലീകാരേ തുഷാരോത്കരാ കാമാക്ഷി സ്മരകീർത്തിബീജനികരാ ത്വന്മന്ദഹാസാങ്കുരാ സൂതിശ്വേതിമകന്ദളസ്യ വസതി ശൃംഗാരസാരശ്രിയ മൂർത്തി സൂക്തിജരീരസൽ പൂർത്തി സൂക്തിജരീരസസ്യ ലഹരി കാരുണ്യപാഥോ നിധേ വാടീ കാഞ്ചന കൗസുമീ മധുരിമ സ്വാരാജ്യലക്ഷ്മ്യാസ്തവ ശ്രീകാമാക്ഷി മമാസ്തു മംഗളകരീ ഹാസപ്രഭാചാതുരീ ക്രീഡാലോലകൃപാസരോരുഹമുഖീ സൗധാംഗണേഭ്യഃ കവി ശ്രേണീവാക്പരിപാടികാമൃതജരീ സൂതിഗ്രഹേഭ്യഃ ശിവേ നിർവാണാങ്കുരസാർവഭൗമപദവീ സിംഹാസനേഭ്യസ്തവ ശ്രീകാമാക്ഷി മനോജ്ഞമന്ദഹസിത ജ്യോതിഷ്കണേഭ്യോ നമഃ. കവിത്വശ്രീമിശ്രീകരണനിപുണൗ രക്ഷണചണൗ വിപന്നാനാം ശ്രീമൻ നളിനമസൃണൗ ശോണകിരണൗ മുനീന്ദ്രാണാമന്തഃകരണശരണൗ മന്ദസരണൗ മനോജ്ഞൗ കാമാക്ഷ്യാ ദുരിതഹരണൗ നൗമി ചരണൗ പരസ്മാത് സർവസ്മാദപി ച പരയോർ മുക്തികരയോ നഖശ്രീഭിർജ്യോത്സ്നാ കലിതതുലയോസ്താമ്രതലയോ നിലീയേ കാമാക്ഷ്യാ നിഗമനുതയോർനാകിനതയോ നിരസ്തപ്രോന്മീലൻ നളിനമതയോരേവ പദയോ രണന്മഞ്ജീരാഭ്യാം ലളിതഗമനാഭ്യാം സുകൃതിനാം മനോവാസ്തവ്യാഭ്യാം മഥിതതിമിരാഭ്യാം നഖരുജാ നിധേയാഭ്യാം പത്യാ നിജശിരസി കാമാക്ഷി സതതം നമസ്തേ പാദാഭ്യാം നളിനമൃദുലാഭ്യാം ഗിരിസുതേ യശസ്സൂതേ മാതർമധുരകവിതാം പക്ഷ്മളയതേ ശ്രിയം ദത്തേ ചിത്തേ കമപി പരിപാകം പ്രഥയതേ സതാം പാശഗ്രന്ഥിം ശിഥിലയതി കിം കിം ന കുരുതേ പ്രപന്നേ കാമാക്ഷ്യാ പ്രണതി പരിപാടി ചരണയോ മനീഷാം മാഹേന്ദ്രീം കകുഭമിവ തേ കാമപി ദശാം പ്രധത്തേ കാമാക്ഷ്യാശ്ചരണ തരുണാദിത്യകിരണ യദീയേ സമ്പർക്കേ ധൃതരസമരന്ദാ കവയതാം പരീപാകം ധത്തേ പരിമളവതി സൂക്തിനളിനി ഭുവനജനനി ഭൂഷാ ഭൂതചന്ദ്രേ നമസ്തേ കലുഷശമനി കമ്പാതീരഗേഹേ നമസ്തേ നിഖില നിഗമവേദ്യേ
നിത്യരൂപേ നമസ്തേ പരശിവമയീ പാശഛേദഹസ്തേ നമസ്തേ. ഓം ശ്രീമാത്രേ നമഃ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ ജഗദീശ്വരി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജഗദീശ്വരി. ഹരേ കൃഷ്ണ. കാമാക്ഷി അമ്മയുടെ കാരുണ്യം കൊണ്ട് നമ്മൾ മൂകപഞ്ചശതി സാരം പാരായണം ചെയ്ത് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 31 ശ്ലോകങ്ങൾ ഏതൊക്കെ ശതകങ്ങളിലെ എത്രാമത്തെ ശ്ലോകങ്ങൾ എടുത്താണ് ആ വിവേകിയായ അമ്മയുടെ പ്രിയപ്പെട്ട ആ ഒരാൾ ആരെയോ കൊണ്ട് അമ്മയെ ആ കർമ്മം നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ ആ ആളിന് ഏതൊക്കെ ശതകങ്ങളിലെ ഏതൊക്കെ ശ്ലോകങ്ങളാണ് ഈ മാലയിൽ കോർക്കേണ്ടതെന്ന് അമ്മ തോന്നിപ്പിച്ചു കൊടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു, ഇതിൽ 31 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ 11ാമത്തെ ശ്ലോകമാണ്. രണ്ടാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ തന്നെ 12ാമത്തെ ശ്ലോകമാണ്. മൂന്നാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ തന്നെ 90ാമത്തെ ശ്ലോകമാണ്. നാലാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ 97ാമത്തെ ശ്ലോകമാണ്. ഇനിയും 5ാമത്തെ ശ്ലോകം വരുന്നത് പാദാരവിന്ദ ശതകത്തിലെ 49ാമത്തെ ശ്ലോകമാണ്. 6ാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ 56ാമത്തെ ശ്ലോകമാണ്. 7ാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ 101ാമത്തെ ശ്ലോകമാണ്. 8ാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ 77ാമത്തെ ശ്ലോകമാണ്. 9ാമത്തെ ശ്ലോകം ആര്യാശതകത്തിലെ 46ാമത്തെ ശ്ലോകമാണ്. 10ാമത്തെ ശ്ലോകം ആര്യാശതകത്തിലെ തന്നെ 47ാമത്തെ ശ്ലോകമാണ്. 11ാമത്തെ ശ്ലോകം ആര്യാശതകത്തിലെ 98ാമത്തെ ശ്ലോകമാണ്. 12ാമത്തെ ശ്ലോകം പാദാരവിന്ദ ശതകത്തിലെ 44ാമത്തെ ശ്ലോകമാണ്. 13ാമത്തെ ശ്ലോകം പാദാരവിന്ദ ശതകത്തിലെ തന്നെ 17ാമത്തെ ശ്ലോകമാണ്. ഇനി 14ാമത്തെ ശ്ലോകം സ്തുതി ശതകത്തിലെ 48ാമത്തെ ശ്ലോകമാണ്. 15ാമത്തെ ശ്ലോകം കടാക്ഷ ശതകത്തിലെ 16ാമത്തെ ശ്ലോകമാണ്. 16ാമത്തെ ശ്ലോകം കടാക്ഷ ശതകത്തിലെ
24-ാമത്തെ ശ്ലോകമാണ്. 17-ാമത്തെ ശ്ലോകം കടാക്ഷ ശതകത്തിലെ തന്നെ 47-ാമത്തെ ശ്ലോകമാണ്. 18-ാമത്തെ ശ്ലോകം കടാക്ഷ ശതകത്തിലെ 77-ാമത്തെ ശ്ലോകമാണ്. 19-ാമത്തെ ശ്ലോകം കടാക്ഷ ശതകത്തിലെ 94-ാമത്തെ ശ്ലോകമാണ്. 20-ാമത്തെ ശ്ലോകം കടാക്ഷ ശതകത്തിലെ 99-ാമത്തെ ശ്ലോകമാണ്. 21-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് മന്ദസ്മിത ശതകത്തിലെ 94-ാമത്തെ ശ്ലോകമാണ്. 22-ാമത്തെ ശ്ലോകം മന്ദസ്മിത ശതകത്തിലെ തന്നെ 24-ാമത്തെ ശ്ലോകമാണ്. 23-ാമത്തെ ശ്ലോകം മന്ദസ്മിത ശതകത്തിലെ 31-ാമത്തെ ശ്ലോകമാണ്. 24-ാമത്തെ ശ്ലോകം മന്ദസ്മിത ശതകത്തിലെ 85-ാമത്തെ ശ്ലോകമാണ്. 25-ാമത്തെ ശ്ലോകം മന്ദസ്മിത ശതകത്തിലെ 100-ാമത്തെ ശ്ലോകമാണ്. 26-ാമത്തെ ശ്ലോകം പാദാരവിന്ദ ശതകത്തിലെ 73-ാമത്തെ ശ്ലോകമാണ്. 27-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് പാദാരവിന്ദ ശതകത്തിലെ തന്നെ തൊട്ടടുത്ത ശ്ലോകമാണ്. 74-ാമത്തെ ശ്ലോകം. 28-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് പാദാരവിന്ദ ശതകത്തിലെ 96-ാമത്തെ ശ്ലോകമാണ്. 29-ാമത്തെ ശ്ലോകം പാദാരവിന്ദ ശതകത്തിലെ 99-ാമത്തെ ശ്ലോകമാണ്. 30-ാമത്തെ ശ്ലോകം തൊട്ടടുത്ത ശ്ലോകം തന്നെയാണ്. പാദാരവിന്ദ ശതകത്തിലെ 100-ാമത്തെ ശ്ലോകമാണ്. ഇനി 31-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സ്തുതി ശതകത്തിലെ 99-ാമത്തെ ശ്ലോകമാണ്. ഇങ്ങനെ 31 ശ്ലോകങ്ങൾ 5 ശതകങ്ങളിൽ നിന്നായി എടുത്ത് ഇതിൻ്റെ സാരമാക്കി രചിച്ചിട്ടുള്ള ഈ മൂക പഞ്ചശതി സാരം അങ്ങനെ അമ്മയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ മൂക പഞ്ചശതി നമ്മൾ പറഞ്ഞു 5 ശതകങ്ങളും പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ മൂക പഞ്ചശതി സാരം പാരായണം ചെയ്താൽ തന്നെ ഈ 5 ശതകങ്ങളുടെയും പാരായണം ചെയ്തതിൻ്റെ ഫലം കിട്ടും. കാരണം ഈ 5 ശതകങ്ങളിലൂടെയും കാമാക്ഷി ദേവിയെ ഏതേതെല്ലാം ഭാവങ്ങളിൽ അമ്മയുടെ ഓരോ നഖത്തെ പോലും ആ സൂര്യൻ്റെ അരുണകിരണങ്ങൾക്ക് അസൂയ തോന്നും വിധത്തിൽ ശോഭിക്കുന്നതാണ്. അത്രമാത്രം അരുണിമ കലർന്ന വർണ്ണത്തോട് കൂടിയതാണ് അമ്മയുടെ പാദങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ ശ്ലോകവും അമ്മയെ വർണ്ണിച്ചുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ ആ മഹത്വത്തെ, അമ്മയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന, അമ്മയ്ക്ക് സ്തുതികൾ ചൊല്ലുന്ന സ്തുതി ശതകത്തിലൂടെ അമ്മയുടെ മന്ദഹാസത്തെ വർണ്ണിക്കുന്ന മന്ദസ്മിത ശതകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ഈ ഒരു മൂക പഞ്ചശതി സാരത്തിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ശതകങ്ങളിൽ നിന്നും എടുത്ത ഈ ശ്ലോകങ്ങളിലൂടെ ഈ മൂക പഞ്ചശതി സാരം പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ സംപ്രീതയാവുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 ശതകങ്ങളുടെയും പാരായണ ഫലം
അമ്മയുടെ കൃപാകടാക്ഷത്തിന് പാത്രീഭവിക്കുന്നു. സർവാഭീഷ്ട വരപ്രദായിനിയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സർവരാലും ആദരണീയനായി ഭവിക്കുന്നു അമ്മയുടെ അങ്ങനെയുള്ള ഭക്തര്. അതുപോലെ പറഞ്ഞു, കവി സമൂഹത്തിൽ തിലകമായി മാറുന്നു എന്ന് പറഞ്ഞാൽ ആ സച്ചിന്തകളുടെ പ്രവാഹം നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിറയുന്നു. കവികുലം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതേപോലെ സദ്ഭാവത്തിലുള്ള കൃതികൾ രചിക്കുന്ന കവികുലത്തിന്റെ മൗലിയിൽ അലങ്കാരമായി ഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ആ സദ്ഭാവം ഉള്ളിൽ നിറഞ്ഞ് സദ്വാക്കുകളിലൂടെ സച്ചിന്തകളിലൂടെ അമ്മയുടെ അനുഗ്രഹം അങ്ങനെ ഉള്ളിൽ ധാരാളമായി ഉണ്ടാകുന്നു. അതേപോലെ അമ്മയുടെ കൃപ കൊണ്ട് സർവാഭീഷ്ട വരപ്രസാദവും ലഭിക്കും. നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെയൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് അമ്മ ഈ മൂകപഞ്ചശതി സാരം പാരായണം ചെയ്യുന്ന ഭക്തനെ പരിശുദ്ധനാക്കി തീർത്തുകൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ തുടങ്ങിയ എല്ലാ സർവ സൗഭാഗ്യങ്ങളും നൽകി അമ്മ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ ഈ മൂകപഞ്ചശതി സാരമെങ്കിലും പാരായണം ചെയ്യാൻ കഴിയുന്നവർക്ക് അമ്മ സർവമംഗളങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഈ മൂകപഞ്ചശതി നമുക്ക് 508 ശ്ലോകങ്ങളും പാരായണം ചെയ്യാൻ കഴിയാത്തവർക്കും ഈ മൂകപഞ്ചശതി സാരം പാരായണം ചെയ്താൽ തന്നെ അമ്മയുടെ കൃപാകടാക്ഷം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമൊക്കെ പാരായണം ചെയ്യിപ്പിച്ച അമ്മയുടെ ആ കൃപയ്ക്കു മുൻപിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ അവസാനം പാരായണം ചെയ്ത് നിർത്തിയത് തന്നെ ആ ഒരു ക്ഷമാപണ ശ്ലോകത്തോടു കൂടിയായിരുന്നു, അല്ലെ? യദക്ഷര പദഭ്രഷ്ടം എന്ന് പറയുന്ന ആ ക്ഷമാപണ ശ്ലോകത്തോടു കൂടി തന്നെയാണ് നമ്മൾ നിർത്തിയത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ പൊറുത്തരുളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയിപ്പിച്ച ഓരോ വാക്കും അതും അമ്മയുടെ നിശ്ചയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ് നമിച്ച് ഈ വാക്പുഷ്പങ്ങളെ അമ്മയുടെ പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ കാമാക്ഷി ദേവ്യൈ നമഃ. ഈ മൂകപഞ്ചശതി ഗ്രന്ഥം പഠിക്കുന്നവർ ഇതൊരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അറിയാതെ നിറയുന്ന ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ഒരിക്കൽ ആ കാമാക്ഷി അമ്മയെ ഒന്ന് പോയി കണ്ടു തൊഴണമെന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഒന്ന് പോയി കണ്ടു തൊഴേണ്ടത് തന്നെയാണ്. ഈ ഉള്ളവൾക്കും അമ്മയുടെ കൃപ കൊണ്ട് അതിൻ്റെ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോയി കണ്ടിട്ടുണ്ട്, അമ്മയെ കണ്ടു തൊഴുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആ ശക്തിപ്രഭാവം അവിടെ മുഴുവൻ അങ്ങനെ നമുക്ക് ആ അമ്മയുടെ കാന്തി, ശക്തി, ഇതൊക്കെ അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഇത് പഠിക്കുന്നവര് അവസരം കിട്ടിയാൽ ഒന്നുപോയി അമ്മയുടെ ആ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ.